എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 3ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റിൽ നിന്നെടുത്ത മധുകിരൺ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ ആണ്. സാൻഡ്വിച്ച് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതൊരു സംഭാഷണമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് സംഭാഷണത്തിലൂടെ ഹിന്ദി പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. സാൻഡ്വിച്ച് എന്ന ഈ ചാപ്റ്ററിൽ അമ്മയും അമ്മയുടെ 2 പെൺകുട്ടികളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. विद्या और ज्योति शाम को खेल के मैदान से घर लौटी. विद्या और ज्योति വിദ്യയും ജ്യോതിയും शाम को शाम means വൈകുന്നേരം खेल के मैदान खेल means കളി मैदान means ഗ്രൗണ്ട് खेल के मैदान എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ട് അതായത് കളിസ്ഥലം घर വീട് ലൗട്ടി means മടങ്ങിയെത്തി വിദ്യ और ज्योति शाम को खेल के मैदान से घर लौटी. വിദ്യയും ജ്യോതിയും വൈകുന്നേരം കളിസ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് മടങ്ങി. ഇവിടെ വിദ്യ ഓർ ജ്യോതിയാണ് ഈ വാക്യത്തിലെ കർത്താവ്. അപ്പോ വിദ്യ ഓർ ജ്യോതി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ബഹുവചനത്തിലാണ്. അതുകൊണ്ട് എൻഡിങ്ങിൽ ക്രിയയും സ്ത്രീലിംഗ ബഹുവചനത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ലൗട്ടി എന്ന് വന്നത്. അടുത്ത നോക്കാം. വിദ്യ ഓർ ജ്യോതി മാ നാസ്തേ മേ ക്യാ ബനാ രഹി ഹൈ. മാ നാസ്തേ മേ ക്യാ ബനാ രഹി ഹൈ. അപ്പൊ വിദ്യയും ജ്യോതിയും കൂടി അമ്മയോട് ചോദിക്കുവാണ്. മാ അമ്മേ നാസ്തേ മേം ക്യാ ബനാ രഹി ഹൈ. നാസ്ത എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ്. ക്യാ മീൻസ് എന്ത്, ബനാ രഹി ഹൈ മീൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അമ്മയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അമ്മയാണ് കർത്താവ്. അമ്മ സ്ത്രീലിംഗ. അതുകൂടാതെ ബഹുമാനം കൊടുക്കേണ്ട വ്യക്തി ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ രഹി ഹേ എന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഹേയുടെ കൂടെ കുത്തിട്ടിരിക്കുന്നത് അമ്മ എന്ന് പറയുന്നത് ബഹുമാനം കൊടുക്കേണ്ട വ്യക്തി ആയതുകൊണ്ടാണ്. മാ നാസ്തേ മേ ക്യാ ബനാ രഹി ഹൈ. അമ്മേ പ്രഭാത ഭക്ഷണത്തിന് എന്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാ ആജ് തുമാരെ ലിയേ മേ സാൻഡ്വിച്ച് ബനാ രഹി ഹൂ. ആജ് തുമാരെ ലിയേ മേ സാൻഡ്വിച്ച് ബനാ രഹി ഹൂ. ആജ് മീൻസ് ഇന്ന്, തുമാരെ ലിയേ മീൻസ് നിങ്ങൾക്ക് വേണ്ടി, തും മീൻസ് നിങ്ങൾ, തും പ്ലസ് കെ ലിയേ തുമാരെ ലിയേ നിങ്ങൾക്ക് വേണ്ടി, മേ ഞാൻ, സാൻഡ്വിച്ച് ബനാ രഹി ഹൂ സാൻഡ്വിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മേം എന്ന സർവനാമം വന്നിരിക്കുന്നത് കൊണ്ടാണ് എൻഡിങ്ങിൽ ഹും എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. മേ സാൻഡ്വിച്ച് ബനാ രഹി ഹൂ. മേ എന്ന് പറയുന്ന സ്ത്രീലിംഗാണ്, അമ്മ സ്ത്രീലിംഗാണ്. അതുകൊണ്ട് എൻഡിങ്ങിൽ ക്രിയയും സ്ത്രീലിംഗാവുന്നു. ബനാ രഹി ഹൂ. മാ ആജ് തുമാരെ ലിയേ മേ സാൻഡ്വിച്ച് ബനാ രഹി ഹൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദ്യ മാ സാൻഡ്വിച്ച് കേസെ ബൻതാ ഹൈ. മാ അമ്മേ സാൻഡ്വിച്ച് കേസെ ബൻതാ ഹൈ. സാൻഡ്വിച്ച് കേസെ, കേസെ മീൻസ് എങ്ങനെ, ബൻതാ ഹൈ ഉണ്ടാക്കുന്നത്. മാ സാൻഡ്വിച്ച് കേസെ ബൻതാ ഹൈ. അമ്മേ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അമ്മ പറയുകയാണ്. പഹലെ ദഹി കോ एक कपड़े में बांध कर सारा पानी निकाल दो. पहले दही को एक कपड़े में बांध कर सारा पानी निकाल दो. पहले എന്ന് പറഞ്ഞാൽ ആദ്യം, ദഹി കോ, ദഹി മീൻസ് കേർഡ് തൈര്, ദഹി കോ തൈരിനെ, എക് കപ്പടേ മേം ഒരു തുണിയിൽ ഒരു വസ്ത്രത്തിൽ, ബാന്ദ് കർ കെട്ടിയിട്ടിട്ട്, സാരാ പാനി മുഴുവൻ വെള്ളവും, നിക്കാൽ ദോ കളയുക. पहले दही को एक कपड़े में बांधकर सारा पानी निकाल दो. ആദ്യം തൈര് ഒരു തുണിയിൽ കെട്ടി വെള്ളം മുഴുവൻ കളയുക. അപ്പൊ വിദ്യ അതെല്ലാം ചെയ്തിട്ട് പറയുകയാണ്. ഹാ ഇസ്കാ തോ സാരാ പാനി നിക്കൽ ഗയാ. ഹാ മീൻസ് ആ, ഇസ്കാ തോ സാരാ പാനി ഇതിന്റെ സാരാ പാനി മുഴുവൻ വെള്ളവും, നിക്കൽ ഗയാ പോയി. ഹാ ഇസ്കാ തോ സാരാ പാനി നിക്കൽ ഗയാ. ആ ഇതിന്റെ വെള്ളം മുഴുവൻ പോയി. മാ अब इसे एक प्याले में डालकर इसमें मस्टर्ड सॉस, नमक और चीनी अच्छी तरह मिला दो. അടുത്ത ഇൻസ്ട്രക്ഷൻ അമ്മ കൊടുക്കുകയാണ്. अब इसे एक प्याले में डालकर इसमें मस्टर्ड सॉस, नमक और चीनी अच्छी तरह मिला दो. अब മീൻസ് ഇപ്പോൾ, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം, एक प्याले में ഒരു ബൗളിൽ, പ്യാല എന്ന് പറഞ്ഞാൽ ബൗള്, എക് പ്യാലെ മേം ഒരു ബൗളിൽ, ഡാൽക്കർ ഇട്ടിട്ട്, ഇസ്മേം ഇതിൽ, മസ്റ്റാർഡ് സോസ് മസ്റ്റാർഡ് കടുക്
സോസ് അറിയാമല്ലോ, മസ്റ്റാർഡ് സോസ് മീൻസ് കടുകിന്റെ സോസ്. നമക് ഓർ ചീനി, നമക് ഉപ്പ്, ചീനി പഞ്ചസാര. അച്ചി തര മീൻസ് നല്ല പോലെ, മിലാദോ ഇളക്കുക അല്ലെങ്കിൽ യോജിപ്പിക്കുക, മിക്സ് ചെയ്യുക. अब इसे एक प्याले में डालकर इसमें मस्टर्ड सॉस, नमक और चीनी अच्छी तरह मिला दो. ഇനി ഇതൊരു ബൗളിൽ ഇട്ടിട്ട് ഇതിൽ കടുക് സോസ്, ഉപ്പ്, പഞ്ചസാര എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. അപ്പോ ജ്യോതി പറയുകയാണ്, മാ മേ ഖീര ഓർ ഗാജർ ലായി ഹു. മാ അമ്മേ, മേ ഞാൻ, ഖീര ഓർ ഗാജർ, ഖീര മീൻസ് കുക്കുംബർ, ഗാജർ ക്യാരറ്റ്, ഖീര ഓർ ഗാജർ കുക്കുംബറും ക്യാരറ്റും, ലായിഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മേ ലായിഹു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മേമാണ് കർത്താവ്. മേ എന്ന് പറയുന്നത് ജ്യോതി ആയതുകൊണ്ട്, സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് എന്നെങ്കിൽ ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ഫോമും സ്ത്രീലിംഗിലായിരിക്കുന്നത്. മേ ലായിഹു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്താണ് കൊണ്ടുവന്നത്? മേ ഖീര ഔർ ഗാജർ ലായിഹു ഞാൻ കുക്കുംബറും ക്യാരറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അമ്മ പറയുകയാണ്, ഇസെ കദ്ദൂകസ് കർ दही के पेस्ट में मिला दो, फिर ब्रेड के एक स्लाइस पर पेस्ट अच्छी तरह फैला दो, दूसरे पर मक्खन लगाकर उसके ऊपर रख दो. ഇനി ഓരോ വാക്കിന്റെ അർത്ഥം വെച്ച് നമുക്ക് നോക്കാം. ഇസേ ഇതിനെ, കദ്ദൂക്കസ് കർ, കദ്ദൂക്കസ് കർണ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ചെയ്യുക. ഊറ്റും കുക്കുമ്പറൊക്കെ നമ്മൾ ഉരച്ചെടുക്കില്ല, ഗ്രേറ്റ് ചെയ്തെടുക്കില്ല, അതിനെയാണ് കദ്ദൂക്കസ് കർണ എന്ന് പറയുന്നത്. ഇസേ കദ്ദൂക്കസ് കർ ഇതിനെ ഉരച്ച് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ദഹിക്ക് പേസ്റ്റ് മേ മിലാദോ, ദഹി എന്ന് പറഞ്ഞാൽ കേട്, തൈര്, പേസ്റ്റ് നമ്മൾ കേടിന്റെ ഒരു പേസ്റ്റ് ആക്കി വെച്ചിരുന്നു അല്ലെ. അപ്പൊ ദഹിക്ക് പേസ്റ്റ് മേ, തൈരിന്റെ പേസ്റ്റുമായി മിലാദോ യോജിപ്പിക്കുക, മിക്സ് ചെയ്യുക. ഇസെ കദ്ദൂക്കസ് കർ ദഹിക്ക് പേസ്റ്റ് മേ മിലാദോ ഇത് ഗ്രേറ്റ് ചെയ്ത് തൈരിന്റെ പേസ്റ്റുമായി യോജിപ്പിക്കുക. ഫിർ ബ്രെഡ് കേക്ക് സ്ലൈസ് പർ പേസ്റ്റ് അച്ചി തര ഫൈലാദോ, ഫിർ അതിനുശേഷം അല്ലെങ്കിൽ പിന്നീട് ബ്രെഡ് കേക്ക് സ്ലൈസ് പർ ബ്രെഡിന്റെ ഒരു സ്ലൈസിൽ പേസ്റ്റ് അച്ചി തര നല്ല രീതിയിൽ ഫൈലാദോ പുരട്ടുക, അത് സ്പ്രെഡ് ചെയ്യുക, പേസ്റ്റ് നന്നായിട്ട് ആ സ്ലൈസിൽ പുരട്ടുക. ദൂസരേ പർ മീൻസ് മറ്റേ സ്ലൈസില് മക്കൻ ലഗാക്കർ, മക്കൻ ബട്ടർ, ബട്ടർ തേച്ച് ഉസ്കെ ഊപ്പർ രഖ് ദോ അതിന് മുകളിൽ രഖ് ദോ വയ്ക്കുക. ഇസെ കദ്ദൂക്കസ് കർ ദഹിക്ക് പേസ്റ്റ് മേ മിലാ ദോ ഇത് ഗ്രേറ്റ് ചെയ്ത് തൈര് പേസ്റ്റുമായി യോജിപ്പിക്കുക. ഫിർ ബ്രെഡ് കേക്ക് സ്ലൈസ് പർ പേസ്റ്റ് അച്ചി തര ഫൈലാ ദോ പിന്നീട് ഒരു കഷ്ണം ബ്രെഡിൽ നന്നായി പുരട്ടുക. ദൂസരേ പർ മക്കൻ ലഗാക്കർ ഉസ്കെ ഊപ്പർ രഖ് ദോ മറ്റേ കഷ്ണത്തിൽ ബട്ടർ പുരട്ടി അതിന്റെ മുകളിൽ വയ്ക്കുക. ജ്യോതി, മാ ക്യാ സാൻഡ്വിച്ച് ബൻ ഗയാ? മാ അമ്മേ, ക്യാ സാൻഡ്വിച്ച് ബൻ ഗയാ? സാൻഡ്വിച്ച് തയ്യാറായോ, സാൻഡ്വിച്ച് റെഡിയായോ എന്ന് ജ്യോതി ചോദിക്കുകയാണ്. അപ്പൊ അമ്മ പറയുകയാണ്, ഹാ ബൻ ഗയാ ഹെ, अब इसे काटो और अपनी प्लेट में रखकर खा लो, लेकिन एक और बात, इसे बनाते समय स्वच्छता का पूरा ध्यान रखना चाहिए, नहीं तो स्वास्थ्य पर बुरा प्रभाव पड़ सकता है. അപ്പൊ അമ്മ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഹാ അതെ, ബൻ ഗയാ ഹെ റെഡിയാണ്, തയ്യാറാണ്. അബ് ഇസെ ഇനി, ഇസെ ഇതിനെ, കാട്ടോ കട്ട് ചെയ്യൂ, और अपनी प्लेट में रखकर खा लो അപ്നി പ്ലേറ്റ് മേ സ്വന്തം പ്ലേറ്റിൽ രക്കർ വെച്ചിട്ട് ഖാലോ കഴിക്കൂ. അബ് ഇസെ കാട്ടോ ഓർ അപ്നി പ്ലേറ്റ് മേ രക്കർ ഖാലോ ഇനി ഇത് മുറിച്ച് നിങ്ങളുടെ പ്ലേറ്റിൽ വെച്ച് കഴിക്കൂ. ലേക്കിൻ എക്കോർ ബാത്, ലേക്കിൻ പക്ഷേ, എക്കോർ ബാത് മീൻസ് ഒരു കാര്യം കൂടി. ഇസെ ബനാത്തെ സമയ്, ഇസെ ഇതിനെ, ബനാത്തെ സമയ് ഉണ്ടാക്കുന്ന സമയത്ത് സ്വച്ഛതാക്ക പൂരാ ധ്യാൻ രഖ്നാ ചാഹിയേ. സ്വച്ഛത എന്ന് പറഞ്ഞാൽ ശുചിത്വം. പൂരാ ധ്യാൻ മീൻസ് പൂർണ്ണ ശ്രദ്ധ. സ്വച്ഛതാക്ക പൂരാ ധ്യാൻ രഖ്നാ ചാഹിയേ എന്ന് വെച്ചാൽ ശുചിത്വത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. നെഹീതോ അതായത് ഇല്ലെങ്കിൽ, അല്ലാത്ത പക്ഷം, സ്വാസ്ഥ്യ പർ ബുരാ പ്രഭാവ് പഡ് സക്താ ഹൈ. സ്വാസ്ഥ്യ മീൻസ് ആരോഗ്യം, സ്വാസ്ഥ്യ പർ ആരോഗ്യത്തിൽ, ബുരാ പ്രഭാവ് ബുരാ മോശം, പ്രഭാവ് മീൻസ് ഇൻഫ്ലുവൻസ്, ബുരാ പ്രഭാവ് പഡ് സക്താ ഹെ എന്ന് പറഞ്ഞാൽ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഒന്നുകൂടി നോക്കാം. ഹാ ബൻ ഗയാ ഹെ അതെ തയ്യാറാണ്, അതായത് സാൻഡ്വിച്ച് റെഡിയാണ്. അബ് ഇസെ കാട്ടോ ഓർ അപ്നി പ്ലേറ്റ് മേ രഖർ ഖാലോ
ഇനി ഇത് മുറിച്ച് നിങ്ങളുടെ പ്ലേറ്റിൽ വെച്ച് കഴിക്കൂ. ലേക്കിൻ എക് ഓർ ബാത്, പക്ഷേ ഒരു കാര്യം കൂടി. ഇസെ ബനാത്തെ സമയ സ്വച്ഛതാ കാ പൂരാ ധ്യാൻ രഖ്നാ ചാഹിയെ. ഇത് തയ്യാറാക്കുമ്പോൾ ശുചിത്വത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകണം. नहीं तो स्वास्थ्य पर बुरा प्रभाव पड़ सकता है. അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി മോശമായി ബാധിച്ചേക്കാം. ജ്യോതി और विद्या, जी माँ हम इसका जरूर ध्यान रखेंगे. जी माँ मीन्स അതെ അമ്മേ, हम इसका जरूर ध्यान रखेंगे. ധ്യാൻ रखेंगे എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കും. जरूर ध्यान रखेंगे മീൻസ് തീർച്ചയായും ശ്രദ്ധിക്കും. ജി മാ ഹം ഇസ്കാ ജറൂർ ധ്യാൻ രഖേംഗെ. അതെ അമ്മേ, ഞങ്ങൾ തീർച്ചയായും ഇത് ശ്രദ്ധിക്കും. സാൻഡ്വിച്ച് ഖാത്തെ ഹുയെ എന്ന് വെച്ചാൽ സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട്. വാ മാ മസ ആഗയ. വാ മീൻസ് വാവ്. മാ മസ ആഗയ. മസ ആഗയ മീൻസ് നല്ല രസം ഉണ്ടായിരുന്നു. ആഭി ജൽദി ഖായിയെ. ആഭി മീൻസ് താങ്കളും, അതായത് അമ്മയും. ജൽദി ഖായിയെ, ജൽദി വേഗം. ഖായിയെ മീൻസ് കഴിച്ചാലും. ആഭി ജൽദി ഖായിയെ, താങ്കളും വേഗം കഴിച്ചാലും. ആപ്കാ സാൻഡ്വിച്ച് ആപ്കോ ബുലാ രഹാ ഹെ. ആപ്കാ സാൻഡ്വിച്ച്, താങ്കളുടെ സാൻഡ്വിച്ച്. ആപ്കോ ബുലാ രഹാ ഹെ, താങ്കളെ വിളിക്കുന്നു. അതായത് അമ്മയുടെ സാൻഡ്വിച്ച് അമ്മയെ കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കുട്ടികളെ തമാശ രൂപേണ പറയുകയാണ്. സഭി ഹസ്നെ ലഗെ, എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇതോടുകൂടി നമ്മുടെ സംഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹിന്ദി പാഠപുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് ചുമ്മാ മറിച്ചു നോക്കുക. അതിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു രസകരമായ കോൺവെർസേഷൻസും കഥകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ ഹിന്ദി പാഠഭാഗങ്ങളുടെയും രസകരമായിട്ട് പഠിക്കാൻ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് സ്വയം ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.